ഹായ് ഗായ്സ്, പറയ് എങ്ങനെയാണ് നമ്മള് കാലിക്കറ്റ് ബീച്ചിക്ക്. സമയം ഇപ്പോൾ സമയം എന്താ 1:46. നട്ടുച്ചയ്ക്ക് കാലിക്കറ്റ് ബീച്ച് നട്ടുച്ചയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നു. അവിടേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു 3-4 മണി ആയിരിക്കും. നല്ല ബ്ലോക്ക് ഉണ്ടായി, ഞായറാഴ്ച അല്ലേ, ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടായിരിക്കും. കുറെ കാലത്തിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസമാണ് കാലിക്കറ്റ് പോയത്. അത് കഴിഞ്ഞത് ഇപ്പോഴാണ് പോകുന്നത്, 3 വർഷത്തിന് ശേഷം. ഇപ്പോൾ സെറ്റ് ഗായ്സ്. അപ്പൊ ഇനി പോണ വിശേഷങ്ങളൊക്കെ കാണാം ഗായ്സ്. ബൈ. ക്രിക്കറ്റ് കളിയാണ്. പെരിന്തൽമണ്ണ കാലിക്കറ്റ് ബീച്ച് വരെ വന്നു. കളി അതൊരു വികാരമാണ് ക്രിക്കറ്റ്. നമ്മൾ കാണണല്ലോ. ഞാനിപ്പോ അത് എവിടെയാണെങ്കിലും നമ്മൾ കളി കാണുന്നെ വേണം. പക്ഷെ എത്ര ദൂരം വണ്ടി ഓടിച്ച് വന്നിട്ടേ കുറെ കാലത്തിന് ശേഷം എത്ര ദൂരം വണ്ടി ഓടിച്ചിട്ട് ഭയങ്കര ടയേർഡ്. പിന്നെ പൊരി വെയിലല്ലേ. ഒരു 1:45-2 മണിക്കാ പോകുന്നത്. നല്ല വെയിലായിരുന്നു. 4:30 മണിക്ക് അവിടെ എത്തിയിരുന്നെ. വണ്ടി ഒന്നും ഓടിക്കാൻ വയ്യ ഗായ്സ്, കുറെ കാലമായി വണ്ടി എടുത്തിട്ട്. 4 മണിയായിട്ട് വെയിലൊരു കുറവില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ തണുത്ത കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തോ പരിപാടിക്ക് വേണ്ടി കെട്ടിയിട്ടായിരുന്നു ഇതിന്റെ ഉള്ളിൽ ഇരിക്കുക. വേറെ സ്ഥലമില്ല. നല്ല തിരക്കാണ്. നല്ല തിരക്കാണ്. അതൊന്നും സൺഡേ അല്ലേ, ഫാമിലീസ് ഇറങ്ങി. അയ്യ, ശില്പത അവിടെ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി പോയിന്നാണ് ഗായ്സ്. ശില്പേ നോക്കൂ, എന്താണ് പപ്പേ ചെരുപ്പായാലും കൊണ്ട് ഞാൻ അറിയില്ല കേട്ടോ. നല്ല വ്യൂ ആണ് ഗായ്സ്. വ്യൂ ഉണ്ട്, നല്ല തിരക്കുണ്ട്. തിരക്കാണ്.
വ്ളോഗർ അനീഷ് സ്റ്റോറീസ് പൈലറ്റ് പറയൂ എങ്ങനെയുണ്ട് ബീച്ച്? നല്ല രസമാണ്, നല്ല വൈബാണ് ഗൈസ്, നല്ല വൈബാണ്. ബീച്ച് നല്ല വൈബാണ്, നല്ല രസമുണ്ട് കാണാം. പക്ഷെ തിരക്കായതുകൊണ്ട് അങ്ങോട്ട് നോക്ക്, അങ്ങോട്ടൊന്നും കാണിച്ചു നോക്ക്, അങ്ങോട്ട് എന്ത് തിരക്കാണ്. കാല് കുത്തുള്ള ഗ്യാപ്പില്ല അവിടെ. അപ്പൊ ഒന്നാമത് സൺഡേ അല്ലേ, അപ്പോ അതായിരിക്കാം വീക്കെൻഡ്. ഒന്നാമത് ലീവുള്ള ദിവസം, വെക്കേഷനും ലീവൊക്കെ ഉള്ളതല്ലേ. അപ്പൊ എല്ലാരും ഇറങ്ങും. നമ്മളെ പോലെ എല്ലാരും ഞായറാഴ്ചക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഈ ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ വരുന്ന ആൾക്കാരാണൊക്കെ. ക്രിക്കറ്റ് നമ്മൾ കാണും, അത് നമ്മളൊരു വികാരമാണ്. മുംബൈ ഇന്ത്യൻസ് പറഞ്ഞാൽ നമ്മളൊരു വികാരമാണ്. അപ്പതാ ഇവിടെ പോകുന്നത് അങ്ങോട്ടല്ലേ പോണത്, അവിടെ എന്താണ് മറ്റേ അറ്റത്തേക്ക് പോയി നോക്കാം. അവിടെ മറ്റേ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബീച്ചല്ലേ ഈ ബീച്ച് ഭയങ്കര എന്താ പറയാ, അലമ്പായി കിടക്കാണ്, ഫുൾ വേസ്റ്റാണ്, വൃത്തിയില്ല. കയറി നിൽക്കണ്ട് ഇപ്പൊ. തീരം തേടും ആ പാട്ടൊക്കെ ഇപ്പൊ ഓർമ്മ വരുന്നത് ഇത് ഇവിടെ നടക്കുമ്പോ. ഫുൾ അറിയോ? കുറച്ച് 4 വരിയിൽ അറിയോ? എനിക്കറിയില്ല, അതൊക്കെ ചോദിച്ചത്. എനിക്ക് അതുപോലും അറിയില്ല. ആ വേടന്റെ കടലമ്മ എന്താ പാട്ടിനെന്താ കുഴപ്പം? പാട്ട് കുഴപ്പമില്ലെന്നല്ല പറയുന്നത്. ഇവര് വരുന്നതിന് മുന്നേ ഒരു ജനറേഷൻ ഞാൻ പാട്ട് കേൾക്കാറുണ്ടല്ലോ, പഴയ പാട്ട് കേൾക്കാറുണ്ടല്ലോ. അറിയില്ല, എല്ലാവർക്കും ഇപ്പൊ എല്ലാം അറിഞ്ഞോണമെന്നില്ലല്ലോ. എന്നാലും അറിയുന്ന പാട്ടൊക്കെ ഞാൻ പാടലുണ്ടല്ലോ. ഇത് നോക്കൂ ഗൈസ്, ഫുൾ വേസ്റ്റ് ആണ്, ഫുൾ വേസ്റ്റ് ആണ്, ഫുൾ തന്നെ തോന്നില്ല. ഒട്ടക സവാരി ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. പോലീസ് കണ്ടല്ലോ അവിടെ. പോലീസ് ആണല്ലോ, ഒത്തിരി ആൾക്കാർ വരുന്നല്ലേ. കപ്പിൾസൊക്കെ ഉണ്ട്. എന്താണ് ഇപ്പൊ നമ്മളെ കൂട്ടത്തില് വൈശാഖും ഗൗരിയുമാണ്. എന്നാ ഒന്നുകൂടി വേറെ വൈബായി അല്ലേ? അവരവിടെ വൈബാണ്. അവിടെ വൈബാണ്. അവരിപ്പം നമ്മളെയൊക്കെ മറന്നു തോന്നണ വിളിക്കണം. അവരും കൂടി ഉണ്ടെങ്കിൽ രസം. നമ്മള് പറഞ്ഞില്ല കാലിക്കറ്റ് ബീച്ചിൽ പോകണം, നമ്മള് പറഞ്ഞാ. പക്ഷെ അവര് പോണ നമുക്ക് പോരാൻ പറ്റില്ല. ഇവിടെ വന്നപ്പോ ആരെയാണ് ഓർമ്മ വന്നത്? ഗൗരിനി വൈശാഖി. നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് പറയൂ. നമ്മളിതാ പാറപ്പുറത്തേക്ക് എത്തി. പാറപ്പുറത്തെത്തി. അവിടെ പോലീസ് ഉണ്ട്. നമ്മൾ പോലീസിനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ, ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത് ഈ പാറയിൽ വലിഞ്ഞു കയറും. കയറി
കുടുങ്ങി ഗൈസ്. ഇവിടെ അപ്പുറത്തേക്ക് ചാടാൻ വഴിയില്ല ഗൈസ്. ചാടാൻ പറ്റില്ല, അങ്ങനെ തലവരെ കേട്ടോ ദൂരം നടക്കാൻ ചാടാൻ പറ്റില്ല, ചാടാൻ പറ്റില്ല. ഫുള്ള് വേസ്റ്റാണ്. നമുക്ക് കുറച്ചുകൂടി ഇവിടെ ഇന്നാലോ, നല്ല വൈബായിരിക്കും. പറയ് എന്താണ്? അത്ര ദൂരം നടക്കാൻ ഇങ്ങോട്ട് പറ്റില്ല. ഞാൻ വെറുതെ ബീച്ചിൽ വന്നു ഷൂട്ട് ബീച്ചിൽ ഇറങ്ങിയ പോലും ഇല്ല. ഞാൻ ബീച്ച് ആസ്വദിക്കാൻ വന്നാണ്. വെള്ളത്തിലിറങ്ങാൻ വലിയ താല്പര്യമില്ല. എനിക്ക് വെള്ളം അലർജി ആയിരുന്നു. എനിക്ക് വെള്ളം അലർജിയാണ്. അതാണ് ഉപ്പുവെള്ളം പ്രത്യേകിച്ച്. പിന്നെ തിരിച്ച് അതേപോലെ വണ്ടി ഓടിക്കണ്ടേന്ന് ആലോചിക്കുമ്പോഴൊരു സങ്കടം. അത്രയും ദൂരം വണ്ടി ഓടിച്ചു പോകണ്ട. ഈ വൈബൊക്കെ അവിടെ തീരും. പക്ഷെ വണ്ടി ഓടിക്കണ വേറെ ഭയമാണ്. കുറെ കാലത്തിന് ഞാൻ റൈഡറാണ്. പക്ഷെ കുറെ കാലത്തിന് ശേഷം ഇപ്പൊ എത്ര കൊല്ലായി വണ്ടി എടുത്തിട്ട്? അറൗണ്ട് ഇപ്പൊ 1 കൊല്ലത്തോളം ആയിണ്ടാവും ഇപ്പൊ ഒന്ന് ലോങ് റൈഡ് അടിച്ചിട്ട്. ഒന്നാമതൊരു ലോങ് റൈഡ് അടിക്കാൻ പറ്റിയ നമ്മൾ ഒപ്പമുള്ളവരൊന്നും ഇല്ല, എല്ലാരും പുറത്തു പോയി. അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് പോകുമ്പോ ഉള്ളൊരു സുഖം എനിക്ക് ഒറ്റയ്ക്ക് പോയ സുഖം കിട്ടില്ല. വണ്ടി ഓക്കെ സോളോ റൈഡാണ്, പക്ഷെ നമ്മളെ കൂട്ടത്തിലല്ല, കുറച്ച് ആൾക്കാർ വേണം. അങ്ങനെ ബൈക്കുകൾ വേണം. അങ്ങനെ ബൈക്കിൽ ഒറ്റയ്ക്ക് പോകാനാണ് ഇഷ്ടം. പക്ഷെ ഇങ്ങനെ പോകാൻ പറ്റില്ലല്ലോ, ശില്പ ഉണ്ടല്ലോ. ഇഷ്ടം ആയിരുന്നു, എനിക്ക് അങ്ങനെ തന്നെ ഇഷ്ടമായിരുന്നു. പണ്ടൊക്കെ ഞാൻ അങ്ങനെ തന്നെ പോയിരുന്നേ. വൈശാട്ടിന് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കാതിരിക്കുക, വൈശാഖ് വണ്ടി ഓടിക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ പോയിരുന്നു. ഇവിടെ മറ്റേ ഇതിൻ്റെ ഇതാണ് എന്താണ് മത്സ്യ ബോട്ടിങ് എന്തായാലും പറയാ മത്സ്യബന്ധനം അല്ലേ? നമ്മളെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇരിക്കണ ഗൈസ്. അതൊന്ന് കുറച്ച് പിടിച്ച് കയറാം. പക്ഷെ ഭയങ്കര തിരക്കല്ലേ, എന്ത് തിരക്കല്ലേ. ഇനി ഇരിക്കുന്നു ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ കാലിക്കറ്റ് ബീച്ചിക്ക് വരില്ല. അത് ഹൗസ് ബോട്ടിങ് ഉണ്ടോന്നു, ബോട്ടിങ് ഉണ്ടോന്നു, ഹൗസ് ബോട്ടിങ് അല്ല ബോട്ടിങ് ഉണ്ടോന്നു. അതാ പോണു, നല്ല രസം. അതിലൊന്ന് പോണമെന്നുണ്ട്. ചിക്ക് തല ഇറങ്ങും. എനിക്ക് വെള്ളം കണ്ട, എനിക്ക് അത്ര ദൂരത്തെ വെള്ളം കണ്ടക്ക് തല ഇറങ്ങി ഒഴിഞ്ഞപ്പോ എനിക്ക് പേടിയാണ് ഗൈസ്. അത് ചാടി ചാടി പോണോക്ക്, ചാടി ചാടി ചാടിട്ട് നോക്കത് ചാടി ചാടിട്ടാ പോണോ. ഞാൻ എപ്പോ ബോധം കെട്ട് പോണെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ എനിക്ക് നീന്താനും കൂടി അറിയില്ല ഗൈസ്. അതില് വീണ പിന്നെ നിന്റെ വിശേഷങ്ങൾ പറ. എങ്ങനെയുണ്ട് ബീച്ചിൽ വന്നിട്ട്? എങ്ങനെയുണ്ട് പപ്പേ? ബീച്ച് അടിപൊളിയാണ് അല്ലേ? 2.5 വർഷമായി. ലാസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് 3-ാമത്തെ വർഷത്തെ വന്നതാ. പിന്നെ 2.5 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ബീച്ച് കണ്ടിട്ടില്ല. ബീച്ച് കണ്ടിരുന്നു, കാലിക്കറ്റ് ബീച്ച് കണ്ടിട്ടില്ല. ഇപ്പൊ കൊറേ മാറ്റങ്ങൾ വന്നു. റോഡൊക്കെ ആകെ മാറിപ്പോ. ഹൈവേ ഒക്കെ സൂപ്പർ ആയിരുന്നു. കുറച്ച് ഭാഗങ്ങൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദേശീയപാത 66. നമ്മള് അന്ന് വന്നത് ലേറ്റ് ആയിട്ട്. അന്ന് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങണത് 4 മണിക്കാണ്. ടൗണിൽ പോയിട്ട് വരാറിന്റെ ചാടിയതാണ്. ഇന്ന് പിന്നെ അമ്മത്ത് പറഞ്ഞിട്ടല്ലേ പോകുന്നത്. അമ്മ ഇന്ന് വീട്ടിലുണ്ടാവില്ല. അമ്മ അപ്പൊ നേരത്തെ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാളെ അമ്മമ്മയുടെ ബർത്ത്ഡേ ആണ്. നല്ല കാറ്റുണ്ട്, സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ. ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കുറേ നേരം ഇരിക്കാൻ തോന്നുന്നുണ്ട്. ഇത്ര ക്രൗഡഡ് ആണെങ്കിലും നമുക്ക് ആ ഒരു തിരക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് വലിയ തിരക്കില്ല. ആ ഭാഗത്താണ്, അങ്ങനെ ആ കാണുന്ന ഭാഗത്തേക്ക് നല്ല തിരക്ക്. കാണുന്നോറില്ല, കാണില്ല. ആ ഭാഗത്തൊക്കെ നല്ല തിരക്കാണ്. ആ ഭാഗത്തൊക്കെ നല്ല തിരക്കാണ്, നല്ല തിരക്കാണ്. നമുക്ക് അതിന്റെ ഇടയിൽ പോയി നമുക്കത് ശ്വാസം മുട്ടും. അങ്ങനത്തെ തിരക്കാണ് അവിടെയൊക്കെ. എവിടെ കുതിര?
കുതിര ഉണ്ട് ഗൈസ് അവിടെ. കുതിര കാണുന്നുണ്ടോന്ന് അറിയില്ല. അതാ വരുന്നുണ്ടോ ഒരു വൈറ്റ് കുതിര. പിന്നെ ഈ ഭാഗത്തൊന്നും വലിയ തിരക്കില്ല. ഇവിടേക്ക് തിരക്ക് വരുന്നേ ഉള്ളൂ. ആൾക്കാർ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തേക്കൊക്കെ. പിന്നെ ശില്പേ വീണ്ടും നമ്മൾ ശില്പയിലെത്തി എത്തിയിരിക്കുന്ന ഗൈസ്. സൺസെറ്റുള്ള സമയത്തിന് വേണ്ടി സണ്ണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ 6 മണിയായി സമയം. അപ്പോൾ അങ്ങനെ സൺസെറ്റിൻ്റെ സമയമാണ്. ഇപ്പോൾ നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റുണ്ട് അല്ലേ? സൺസെറ്റ് കാണിച്ചു കൊടുക്കാം. സൺസെറ്റ് സണ്ണ് എവിടെ? സണ്ണെടുക്കാം. ആദാസ ഗൈസ് സണ്ണിനെ കണ്ടു ഗായ്സ്, സണ്ണിനെ കണ്ടു ഗായ്സ്. അപ്പോൾ അങ്ങനെ എല്ലാം ഇങ്ങനെ നടക്കുകയാണ്. വണ്ടി എവിടെ നിർത്തിയിട്ടൊന്നും ഓർമ്മൊന്നുമില്ല. പോയിട്ട് വണ്ടി കണ്ടുപിടിക്കണം ആദ്യം. ഒരു ചായ കുടിക്കണം, ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ട് മുഖം ഒന്ന് കഴുകണം, എന്നിട്ട് വേണം പോവാൻ. എന്താണ് പപ്പ ഒന്നും മിണ്ടാത്തത്? എനിക്കും ചായ വേണം. ഇത് ചായ കുടിക്കാത്ത ആളല്ലേ? നിനക്ക് ചായ? തലവേദനല്ല, ചായ കുടിക്കാത്ത സുഖല്ല. ചായ കുടിക്കണം. നമുക്ക് ചായ കുടിക്കാൻ പോവാം. അപ്പൊ നമുക്ക് നേരെ ചായ കുടിക്കാൻ പോയിട്ട് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടല്ലേ? നല്ല തിരക്കാണ്, നല്ല തിരക്കാണ്. വണ്ടി നിർത്തുന്ന സ്ഥലം പോലും എവിടെയേ പൊട്ടി കൊള്ളിച്ച് നിർത്തിയിടും. വണ്ടി നിർത്തിയ സ്ഥലം ഓർമ്മ കേട്ടോ. ഇവിടെ എത്തിയില്ലേ? കുതിരകളാ, കുതിരകൾ.